നമസ്കാരം, സ്വീഡ് ന്യൂസിലേക്ക് സ്വാഗതം. റിപ്പോർട്ടർ ചാനലിന്റെ തൃശൂർ ബ്യൂറോ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സംഭവത്തിൽ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് കേസെടുത്തു. മുണ്ടൂർ ഏഴാങ്കല്ലിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 18 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 2 മണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിനെ പാളയത്തിലെത്തിക്കാനുള്ള നീക്കം സജീവമാക്കി ബി.ജെ.പി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാകാനാണ് അണിയറയിൽ നീക്കം നടക്കുന്നത്. വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. ബൈക്കിലെത്തിയ യുവാവ് 3 പവന്റെ മാല കവർന്നു. മാലയുമായി ഓടിയ യുവാവിനെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ഒല്ലൂർ വിശുദ്ധ എവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ഊട്ടുതിരുനാളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഫോണിൽ സംസാരിച്ച് നടക്കുന്നതിനിടെ വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം അയോധ്യ നഗറിൽ കുട്ടാല വീട്ടിൽ 41 വയസ്സുള്ള രാജീവ് ആദിത്യയാണ് മരിച്ചത്. ശക്തമായ മഴയിൽ അളഗപ്പ നഗർ എരിപ്പോട് വീട് തകർന്നു വീണു. വെള്ളാന്തറ ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വേലൂർ കീർത്തണ്ടില്ലത്ത് നിന്ന് 40 ഗ്രാം MDMA-യുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കോട്ടുകര സ്വദേശി കറുപ്പം വീട്ടിൽ നാസിൽ, കുന്നംകുളം വെസ്റ്റ് മങ്ങാട് പാക്കത്ത് വീട്ടിൽ പ്രജീഷ് എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. AC മൊയ്തീൻ MLA-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത 45ഓളം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തൃശൂർ ബിനി ടൂറിസ്റ്റ് ഹോം ലേലം ചെയ്ത കോർപ്പറേഷൻ നടപടിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി കൌൺസിൽ യോഗത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. ഹൈക്കോടതി വിധി അംഗീകരിക്കണമെന്ന് ബി.ജെ.പി. ശാരീരിക വൈകല്യം മൂലമുള്ള സഹതാപം മുതലെടുത്ത് യുവതിയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്ത് 2 പേരെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ ചമ്രവട്ടം സ്വദേശി അരപ്പയിൽ വീട്ടിൽ മുഹമ്മദ് റാഷിദ്, ചാലിശ്ശേരി ആലിക്കര സ്വദേശി മേലേത്തലയ്ക്കൽ ബാസിൽ എന്നിവരാണ് പിടിയിലായത്. വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്ത് NSS വളണ്ടിയർമാർ. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS വളണ്ടിയർമാരാണ് 3 മുറി ശാന്തിഭവൻ വൃദ്ധസദനം സന്ദർശിച്ച് അന്തേവാസികളായ അമ്മമാർക്ക് ഓണക്കോടിയും ഓണക്കിറ്റുകളും വിതരണം ചെയ്തത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 14 നടക്കുന്ന മഹാശോഭയാത്രയുടെ സ്വാഗത സംഘം ഓഫീസ് കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് വ്യവസ്ഥ പ്രമുഖ് KR ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായുള്ള ഓണം അവധിക്കാല ക്യാമ്പിന് കൊടകര സർക്കാർ നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ തുടക്കമായി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച ക്യാമ്പ് സമാപിക്കും. കേന്ദ്രത്തിലും കേരളത്തിലും വോട്ടുകൊള്ള നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കർഷക കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. എളവള്ളി നോർത്ത് മഹലിൽ ബ്രീസ് ഓഫ് മദീന നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി മെഗാ മൗലീദ് സദസ്സും പ്രാർത്ഥനാ മജ്ലിസും നടന്നു. മൗലീദ് മജ്ലിസിന് സയ്യിദ് ഹുസൈൻ ജമൂലൈലി സഖാഫി ചേളാരി നേതൃത്വം നൽകി. തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ നടന്നു. ഹെഡ്മാസ്റ്റർ സജി സാമുവൽ സമ്മാനദാനം നിർവഹിച്ചു. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ മദർ തെരേസ ജീവകാരുണ്യ പുരസ്കാരം CA ആവാസിന് സമ്മാനിക്കും. മണപ്പുറത്തെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് 55 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കോളേജിന്റെ പ്രിൻസിപ്പാളാണ് ആവാസ്. സെപ്റ്റംബർ 2 പുരസ്കാരം സമ്മാനിക്കും. 3 മുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മേഖലാ ഗൃഹ സന്ദർശന പരിപാടി സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാഹിദ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TV സണ്ണിക്ക് ജനസമ്പർക്ക നോട്ടീസ് നൽകി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയുടെ മുണ്ടത്തിക്കോട് മണ്ഡലതല ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ അർബൻ ബാങ്ക് എക്സ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് MV സൈമൺ ഉദ്ഘാടനം ചെയ്തു.
വടക്കാഞ്ചേരി ആനപ്പറമ്പ് ഗേൾസ് LP സ്കൂളിൽ ഓണാഘോഷം നടന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. പുതുതായി നിർമ്മിച്ച നാട്ടിക ബീച്ച് ഗ്രാമീണ വായനശാലയുടെ ഹാൾ ഞായറാഴ്ച CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. MLA ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഹാൾ നിർമ്മിച്ചിട്ടുള്ളത്. ശതാഭിഷേകത്തിലേക്ക് കടന്ന തൃശൂർ കിഴക്കുംപാട്ടുകര തെക്കുമുറി കുമ്മാട്ടി മഹോത്സവം വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങി സംഘാടകർ. ഞായറാഴ്ച തൈക്കാട്ടില്ലത്ത് പരമ്പരാഗത രീതിയിൽ ഓണവില്ലുകുട്ടി, കുമ്മാട്ടിക്കളിയും തുമ്പിതുള്ളലും അരങ്ങേറും. കാൽ നഷ്ടപ്പെട്ടവർക്ക് കൃത്രിമ കാൽ നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ സ്ഥിരതാമസക്കാരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ 100 പേർക്കാണ് കൃത്രിമ കാൽ വിതരണം ചെയ്യുന്നത്. തൃശൂർ അരണാട്ടുകര ജോൺ മത്തായി സെന്ററിൽ ഇടക്കാലത്ത് നിലച്ചുപോയ MBA ഈവനിംഗ് കോഴ്സ് പുനരാരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പൈലറ്റ് സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസാണ് അരണാട്ടുകരയിലേത്. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി മുരിങ്ങാത്തിരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നേത്രദാന ബോധവൽക്കരണ ക്ലാസും നേത്രപരിശോധനയും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ NP അജയൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് ത്രിദിന ക്യാമ്പ് ആരംഭിച്ചു. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണവിപണി ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഓണച്ചങ്ങാതി എന്ന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിൽ അങ്കനവാടി കലോത്സവം സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ M മുരളീധരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ഗൃഹസന്ദർശന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് സൊസൈറ്റിയുടെ അയ്യന്തോളിലുള്ള ഓഫീസിൽ നടന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ തിരുവോണ പിറ്റേന്ന് പുലിക്കളി ആഘോഷം സംഘടിപ്പിക്കും. സെപ്റ്റംബർ 6 ഉച്ചതിരിഞ്ഞ് ടൗൺ ഹാൾ പരിസരത്ത് നിന്നും പുലിക്കളി ഘോഷയാത്ര ആരംഭിക്കും. തനിക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി DCC ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ രംഗത്ത്. യുവതിയുടെ നഗ്ന വീഡിയോ പ്രദർശിപ്പിച്ചെന്ന കേസിൽ താൻ ഉൾപ്പെടെയുള്ള 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി നേരത്തെ വെറുതെ വിട്ടതാണെന്ന് ശോഭാ സുബിൻ. SNDP കൊടുങ്ങല്ലൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് പൂക്കള മത്സരം നടത്തി. SNDP യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളിയുടെ ജന്മദിനവും ഓണാഘോഷവും ഒരുമിച്ച് സംഘടിപ്പിച്ച് പൊയ്യ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും ഹരിതകർമ്മ സേന അംഗങ്ങളുടെയും കലാകായിക മത്സരങ്ങൾ നടത്തി. പുത്തൻപേടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത് NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥികൾ നാടൻ പൂക്കൾ കൊണ്ട് പൂക്കളമൊരുക്കി. ഓണാഘോഷ പരിപാടികൾക്ക് അധ്യാപകർ നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.